ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന റെഡ്യൂസ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. റെഡ്യൂസ് ഒരു അറേ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഇന്ന് റെഡ്യൂസ് എന്താണെന്ന് നോക്കാം. റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം ഒരു ഉദാഹരണത്തിലൂടെ കൂടെ. റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ അറേയിൽ ഇപ്പോൾ ഇൻറ്റീജർ വാല്യൂസോ അല്ലെങ്കിൽ സ്ട്രിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒരൊറ്റ സിംഗിൾ വാല്യൂ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് റെഡ്യൂസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അതിനെ ചുരുക്കി നമുക്ക് സിംഗിൾ വാല്യൂ ആയിട്ട് മാറ്റാൻ പറ്റും. ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് ഞാനൊരു അറേ ഇട്ട് കാണിച്ചു തരാം. ലിസ്റ്റ് അസൈൻ. ഇതിൻ്റെ അകത്ത് നമുക്കൊരു 10, 20, 30 എന്ന് കൊടുക്കാം. ഇൻറ്റീജർ വാല്യൂസാണ് ഞാനിപ്പോൾ ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്, അറേ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് ഐറ്റം. ഓക്കെ, ലെറ്റ് ഐറ്റം assign ലിസ്റ്റ് ഡോട്ട് റെഡ്യൂസ്. അതായത് ഈ ലിസ്റ്റ് എന്നുള്ളത് നമ്മുടെ അറേ ആണ്. അറേ ഡോട്ട് റെഡ്യൂസ്. നമ്മൾ സാധാരണ ഇതിനു മുമ്പ് നമ്മൾ അറേ മെത്തേഡ് പഠിക്കുന്ന പോലെ തന്നെയാണ് റെഡ്യൂസ് എഴുതേണ്ടത്. ഒരു അനോണമസ് ഫങ്ഷൻ നമ്മളിവിടെ ഫങ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് റിട്ടേൺ ചെയ്യാം. എന്ത് റിട്ടേൺ ചെയ്യണം? റിട്ടേൺ എ പ്ലസ് ബി എന്ന് കൊടുത്തു. എയും ബിയും നമ്മളിവിടെ പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്യുവാണ്, എയും ബിയും. ഓക്കെ, ഇനി ഞാൻ കൺസോളിൽ വന്ന് നിങ്ങളെ കാണിച്ചു തരാം എന്താ സംഭവിക്കണേന്ന്. കൺസോൾ ഡോട്ട് ലോഗ് ഐറ്റം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐറ്റം കൊടുക്കുകയാണ്. ഐറ്റം എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്കാട്ടോ ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മുമ്പ് ഏതിലാണ് പഠിച്ചത് ഇതെല്ലാം? ഇത് നമ്മൾ മാപ്പിലും ഒക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാപ്പ് റിട്ടേൺ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ വേറെ കുറേ അറേ മെത്തേഡ്സ് ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം കാണാത്തവരാണെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് കേട്ടോ. അറേ മെത്തേഡ്, ഫോർ ഈച്ച് ലൂപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ ആൻസർ കിട്ടി. എനിക്കിവിടെ 60 കിട്ടി. സോ ഈ മുഴുവൻ അറേനെയും റെഡ്യൂസ് ചെയ്ത് ഒരൊറ്റ വാല്യൂ, സിംഗിൾ വാല്യൂ ആക്കിയിട്ട് സ്റ്റോർ ആക്കിയിട്ട് ഈ ഐറ്റത്തിൻ്റെ അകത്ത് സ്റ്റോർ ആക്കിയിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്തത്. സോ റെഡ്യൂസ് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഇൻറ്റീജർ അല്ല കൊടുക്കുന്നത്, സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചിന്ത. സോ ഞാൻ സ്ട്രിങ് ഇട്ട് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് റെഡ്യൂസ് ഡീപ്പായിട്ട് പഠിക്കണമെങ്കിൽ ഡോക്യുമെൻറ്റേഷനോ ഒക്കെ റെഫർ ചെയ്ത് പഠിക്കാം. REK എന്ന് കൊടുത്തു. REK എന്ന് തന്നെ മതി. ഓക്കെ, സേവ് ചെയ്തു. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ REK. ഇതിനെ, ഈ ഒരു അറേനെ, ഈ അറേയിൽ ഈ സ്ട്രിങ്ങിനെ മുഴുവൻ കൂടി സിംഗിൾ വാല്യൂ ആക്കിയിട്ട് സ്റ്റോർ ആക്കിയിട്ട് നമുക്കത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തന്നു. ഇത്രയേ ഉള്ളൂ റെഡ്യൂസ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. റെഡ്യൂസ് ഈ ചുരുക്കി കൂട്ടി ഒന്നാക്കി മാറ്റണത്, സിംഗിൾ വാല്യൂ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് റെഡ്യൂസ് യൂസ് ചെയ്യുന്നത്.